ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചയായിട്ട് അതുപോലെ അടുത്ത ദിവസം തൊട്ട് സ്കൂൾ തുറക്കല്ലേ, അപ്പോഴത്തേക്ക് പിന്നെ എങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ബിസി ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എവിടെയെങ്കിലും പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഈവനിങ്ങിൽ വരാം, അങ്ങനെ തീരുമാനിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഗയാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഗയാൻ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനുണ്ട് അല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് മാങ്ങയൊക്കെ പറിക്കണം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അപ്പോൾ എന്നും ചോറിൻ്റെ കൂടെ ഒത്തിരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മാങ്ങയൊക്കെ പറിച്ച് ഇന്ന് അവിടെയൊക്കെ ഒന്ന് നിന്നിട്ടൊക്കെ വരാം. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ ചേച്ചിയുടെ വീടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മാങ്ങ പറിക്കണം. ഇവിടെ നിറയെ മാവാണ്. അപ്പം നമുക്ക് മാങ്ങ പറിക്കാനാണല്ലോ നമ്മൾ പ്രധാന ലക്ഷ്യം. അപ്പോൾ നമ്മൾ മാങ്ങ പറിക്കാൻ പോകും. ഞങ്ങളവിടേക്ക് എനിക്ക് മാങ്ങയൊക്കെ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, ഒരു ബക്കറ്റ് മാങ്ങയാണ് ഇപ്പം പറിച്ചതാണേ. ഇപ്പം പറിച്ച് വെച്ച ഒരു ബക്കറ്റ് മാങ്ങയാണ് നിങ്ങളീ കാണുന്നത്. ഇതൊക്കെ അച്ചാറിനൊക്കെ അടിപൊളിയായിരിക്കും. ഒരുപാടുണ്ടാട്ടോ. ഇതിപ്പോൾ ഒരു മാവെന്ന് പറിച്ചതാണ്. ഇതുപോലെ ഒരുപാട് മാവ് ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. അവിടെയെല്ലാം അപ്പോൾ എല്ലായിടത്തും മാങ്ങ നന്നായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ്. അപ്പം ഞാൻ കുറച്ചൊക്കെ പൂളി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഒരെണ്ണം കൂടെ പൂളി എടുത്തിട്ട് നമുക്ക് ഒന്ന് കഴിക്കാം. നല്ല മാങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ കപ്പമാങ്ങ പോലെ ഇരിക്കുന്നു. കുറച്ചൊക്കെ ഞാൻ പൂളി വെച്ചിട്ടുണ്ടേ. അപ്പം ഇതും കൂടെ നമുക്ക് അതിനൊപ്പം പൂളി എടുക്കാം. ഇപ്പം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് അല്ലേ, പഴുത്ത മാങ്ങയും അതിൻ്റെയോടൊപ്പം മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് കഴിക്കുന്നതൊക്കെ എല്ലാവരും ചെയ്തിടാറുണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് ഈ മാങ്ങ ഇരുന്ന് പൂളുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ പിടിച്ച മാവായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. മാങ്ങ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്കറിയില്ലല്ലോ അതിലെന്തൊക്കെ മരുന്നടിച്ചിട്ടാണ് ഈ സംഭവം അങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു. അപ്പോഴാണ് ഇന്ന് ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ഇതിപ്പം ഈ നിറമാണേ, പക്ഷെ നല്ല പഴുത്തത് ഈ നിറമായിട്ടുണ്ട്. ഇതിപ്പം അത്ര പഴുത്തിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത്ര പഴുപ്പ് മതിയായിരിക്കും എന്ന് തോന്നി. അല്ലാതെ നല്ല പഴുത്തു പോയാൽ അത് എന്തായിരിക്കും എൻ്റെ ടേസ്റ്റ് എന്ന് അറിയത്തില്ല. എന്തായാലും അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് പറയാമല്ലോ. അപ്പം ഗയാനും ഇഷ്ടമാണ്. ഗയാനും കഴിക്കാന്ന് പറഞ്ഞ് ഏറ്റിട്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. ഗയാൻ മാറിക്കളയോ ഗയാൻ? അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ലേശം പുളിപ്പൊക്കെ ഉണ്ട്. പഴുപ്പാണെന്ന് പറഞ്ഞാലും ലേശം പുളിപ്പൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും പോലത്തെ ഒരു ടെൻഡൻസിയാണ്. അപ്പം മുഴുക്കനിതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന്
കഴിക്കാം. ഒരു 4 മാങ്ങ ഞാൻ പൂളി എടുത്തിട്ടുണ്ട്. അത് നോക്കിയാണ് നല്ല അടിപൊളി മാങ്ങ. വായില് വെള്ളം ഉറങ്ങി. എന്തായാലും ഈ ഉപ്പും മുളക് പൊടിയും വന്നേ ഉപ്പും മുളക് പൊടിയായിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മിക്സ് ചെയ്തത് ഗയാനാണ്. ഇത് ഗയാനുണ്ടോ ഇങ്ങനെ പഴുത്ത മാങ്ങയും ഉപ്പും മുളക് പൊടിയായിട്ട് കഴിക്കുന്നത്? എവിടെ കണ്ടിട്ടുണ്ട്? എപ്പോഴും ഇരുന്ന് മൊബൈല് കാണുന്നതാണ് അല്ലേ? അപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിപ്പം റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തരാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് നോക്കിയാലോ. അപ്പൊ ശരി, നമുക്ക് കഴിക്കാം. പിടിച്ചോ, ഞാൻ ഇത് പിടിക്കാം. അപ്പൊ ആദ്യം ഗയാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. കുറച്ച് പുരട്ടിയാൽ മതി, ഒരുപാടായി നല്ല എരിയായിരിക്കും. എങ്ങനെയുണ്ട്? കുറച്ച് പുരട്ടിയത് നല്ല എരിയായിരിക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. നേരത്തെ പൂളി വെച്ചാൽ നല്ല പഴുത്തതാണ് ഇത്. ബാക്കിയുള്ളതൊന്നും അത്ര പഴുത്തിട്ടില്ല. നല്ല പഴുത്തതും ഈ മുളക് പൊടിയും ഉപ്പും കൂടെ ആയിട്ടൊന്നും കഴിച്ചു കേട്ടെ. നോക്കണം എന്തൊരു ടേസ്റ്റ് എന്ന് വെച്ചാ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഒരു ഇത് പഴുത്തതും ആ എരിയും കൂടെ ചേർന്നിട്ടെ ഒരു വല്ലാത്ത കോമ്പിനേഷൻ. ഒരു പ്രാവശ്യം കൂടെ വായിച്ചോട്ടെ. എനിക്ക് എങ്ങനെ തോന്നുന്നു? സൂപ്പറായിട്ട് തോന്നിയോ? ഇന്ന് രാത്രിയാകുമ്പം പണി ഉണ്ടാക്കുവോ? അറിയത്തില്ല. എന്തായാലും നമ്മള് കഴിക്കണം. കൊള്ളാം. ഞാൻ ഇനി പഴുത്ത മാങ്ങയും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിച്ചല്ലോ. കൊള്ളാം അല്ലേ? ഇതാ ഈ പഴുത്ത മാങ്ങ ഇട്ടെന്ന് കഴിച്ചു നോക്കണേ. കുറച്ച് മുക്കിയാൽ മതി. അത്രയും. അപ്പം ഞങ്ങളവിടെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 മാങ്ങ അകത്താക്കിയിട്ടുണ്ട്. അല്ലേ? സംഭവം പൊളിയായിട്ടുണ്ട് അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് പഴുത്ത മാങ്ങ വാങ്ങുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ വെറുതെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയതാ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ഇഷ്ടമാണ് കൂട്ടുകൂടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.